ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ മലയാളം ടാരോട്ടിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. യൂണിവേഴ്സിന് ഇന്ന് എന്താണ് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളെ അറിയിക്കാനുള്ളത് എന്ന് നോക്കാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ കുറേയധികം ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പിന്നെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ കോണ്ടാക്റ്റ് ചെയ്യാം. ഏതൊരു വീഡിയോയിൽ ഞാൻ വാട്സപ്പ് നമ്പർ തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഇന്നലെ എനിക്ക് റീഡിങ്ങിനെ വിളിച്ച ഒരാളാണ് എനിക്ക് പറഞ്ഞു തന്നത്, ഞാൻ അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല, സോറി. നമുക്ക് നോക്കാം എന്താണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് നോക്കാം. അഡ്വഞ്ചറാണ്. ഇന്നസെൻസ്, dream, transformation, schizophrenia, breakthrough, business, മാസ്റ്ററാണ് വന്നിട്ടുള്ളത്. ഭഗവാൻ എന്താണ് നിങ്ങളോട് ഇന്നേ ദിവസം പറയാനുള്ളത് നോക്കട്ടെ. ജോയ് ഓഫ് ഫ്രണ്ട്ഷിപ്പ്, ബ്ലെസ്സിങ്സ് ആണ്, സെലക്ഷൻ, പേഷ്യൻസ്, പേ ടൈം. അപ്പം ആദ്യമായിട്ട് വന്നത് അഡ്വഞ്ചറാണ്. ചിലപ്പോൾ ചില ആൾക്കാരിൽ നിന്ന് എന്തെങ്കിലും ഒരു സാഹസികമായ കാര്യങ്ങൾ ചെയ്യാമെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരിക്കാം. ചിലർ എന്തെങ്കിലും ഒരു ഡ്രൈവിന് പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു മലയിൽ കയറാൻ പോവോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സന്തോഷമുള്ള എന്തെങ്കിലും ഒരു റൈഡിലൊക്കെ കയറാൻ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കും. ഭയങ്കര പാവങ്ങളായിട്ടിരിക്കുന്ന ആൾക്കാർ, എന്ന് വെച്ചാൽ പറ്റാത്ത, ഇതൊന്നും പറ്റൂല എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാർ ഇന്നൊരു തീരുമാനം എടുക്കുന്നുണ്ടായിരിക്കാം, എനിക്ക് ആ റൈഡിൽ കയറണം, അല്ലെങ്കിൽ എന്തോ ഒരു കാര്യം നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത എന്തോ ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് നിങ്ങൾ ഇന്ന് വിചാരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്, അങ്ങനെ കാണുന്നുണ്ട്. ഇന്നസെൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് ചില ചെറിയ കാര്യങ്ങൾ പോലും സന്തോഷം ഉണ്ടാക്കും എന്നുള്ളതാണ്. നിങ്ങൾ നേരത്തെ അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണെങ്കിലും പുതിയ ഒരു കാര്യം കാണുമ്പോൾ നിങ്ങളതിൽ വളരെ സന്തോഷം കണ്ടെത്തും. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ നിങ്ങൾ സന്തോഷിക്കുമെന്ന് കാണുന്നുണ്ട്. പിന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും പുതിയതായി കാണുന്നു എന്ന് വിചാരിച്ച് വേണം ഓരോ കാര്യങ്ങളും കാണാനെന്നാണ്. അപ്പോൾ നമുക്കതിൽ ഭയങ്കര സന്തോഷം തോന്നും. നമുക്കിതെല്ലാം അറിയാം, നമുക്കിതെല്ലാം കണ്ടിട്ടുള്ളതാണെന്നൊക്കെ ചിന്തിച്ച് കഴിയുമ്പം അത് നമുക്കൊരു വിരസതയാണ് തോന്നുന്നത്. പക്ഷേ ഒരു പൂവിനെ കാണുമ്പോഴും ഒരു ബട്ടർഫ്ലൈ കാണുമ്പോഴും അതൊക്കെ എപ്പോൾ കണ്ടാലും നമുക്ക് സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ്. അപ്പം ഈ ഒരു നമ്മളുടെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന പൂവായാൽ പോലും നമ്മൾ എപ്പോഴും കാണുന്നതാണെങ്കിൽ പോലും ഒന്നുകൂടി ഒന്ന് നോക്കുമ്പോൾ നമുക്കത് ആദ്യമായിട്ട് കാണുന്നതായിട്ട് തോന്നും. ചിലപ്പോൾ നമ്മൾ അത് എപ്പോഴും അത് കണ്ടുകൊണ്ടിരിക്കുന്നതായിരിക്കും, നമ്മളതിനെ ശ്രദ്ധിക്കുന്നേ ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ അതിനെയായിട്ട് ആദ്യമായിട്ടാണ് ആ ഒരു പൂവിനെ നമ്മൾ കാണുന്നത് എന്നുള്ള ഒരു കൺസെപ്റ്റിൽ നമ്മൾ അതിനെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ അതിനെ ശരിക്കും കുറച്ച് നേരം അതിനെ നോക്കുമ്പോൾ അത് നമ്മളോട് സംസാരിക്കും. നമുക്ക് വളരെ നല്ലൊരു സന്തോഷം ഫീൽ ചെയ്യും കേട്ടോ. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നാച്ചുറൽ ശ്രദ്ധിക്കാൻ പറയുന്നുണ്ട്. ഏറ്റവും കൂടുതൽ നമുക്ക് സന്തോഷം കിട്ടുന്നത് നമ്മുടെ പ്രകൃതിയുമായിട്ട് ചേരുമ്പോഴാണ്, അല്ലെങ്കിൽ പ്രകൃതിയുമായിട്ട് നമ്മൾ ഒന്ന് ഇണങ്ങി അതിനൊന്ന് ശ്രദ്ധിക്കുമ്പോഴാണ്. നമുക്ക് പലപ്പോഴും നമുക്ക് പ്രകൃതിയൊന്നും ശ്രദ്ധിക്കാൻ സമയമില്ല, അത്രയും തിരക്കുള്ള ആൾക്കാരാണ് എല്ലാവരും. പക്ഷേ നിങ്ങളൊന്ന് പ്രകൃതിയുമായി ചേരണം എന്നാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് ആയിട്ട് തരുന്നത്. നിങ്ങൾ ചെരുപ്പില്ലാതെ ഒന്ന് മുറ്റത്തിറങ്ങി നടക്കാൻ ശ്രമിക്കുക. ഇപ്പം ഫ്ലാറ്റിലൊക്കെ ഉള്ള ആൾക്കാർക്ക് അത് പറ്റണം എന്നില്ല, അല്ലാത്ത ആൾക്കാർക്ക് ഒന്ന് ആ പ്രകൃതിയുമായിട്ടൊന്ന് ഇണങ്ങാൻ പറയുന്നുണ്ട്. പറ്റുമെങ്കിലൊന്ന് കടൽ തീരത്ത് പോയി ഒന്ന് കടൽക്കാറ്റ് കൊള്ളണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം. കുറച്ച് നേരം ഒന്ന് ശാന്തമായിട്ട് എവിടെയെങ്കിലും പോയി ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കാം. അപ്പം അങ്ങനെയുള്ളവർ ഒന്ന് അത് മാറ്റി വയ്ക്കാതെ
നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അതൊന്ന് പോയി അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. അതും ഇനി നിങ്ങൾ അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ, നിങ്ങൾ സ്ഥിരം അത് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഇനി അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കതൊരു പുതിയ ഒരു അനുഭവമായിരിക്കും എന്തായാലും. കാരണം നമ്മൾ മനഃപൂർവ്വം അത് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ആ കടലിൻ്റെ ഭംഗിയും ആ ഒരു കാറ്റും ആ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ നമ്മളെ വല്ലാതെ നമ്മളെ മനസ്സിനെ സ്വാധീനിക്കും, സ്വാധീനിക്കും. അപ്പോൾ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറയുന്നുണ്ട്. കാരണം ഇത് പ്രകൃതി ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്, പ്രപഞ്ചം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് ഇഴുകിച്ചേരാൻ. അപ്പോൾ അതൊരു മെസ്സേജാണ്, ഇന്നത്തെ ഒരു മെസ്സേജാണ്, കൂടുതൽ നേച്ചറിനെ അറിയണം എന്നുള്ളത്. പിന്നെ ഡ്രീം വന്നിട്ടുണ്ട്. അപ്പോൾ പാസ്റ്റിലുള്ള ആരോ, നിങ്ങൾ സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന ആരോ, ഏതോ വ്യക്തികൾ നിങ്ങളിലേക്ക് വരണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളെ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ ഒരു കോളോ മെസ്സേജോ ഒക്കെ അവരുടെ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് ഇല്ലാത്ത ആളായിരിക്കും കേട്ടോ. ചിലപ്പോൾ ഒരു കണക്ഷനും ഉണ്ടാവില്ല, ഈ ആളുമായിട്ട് നിങ്ങൾക്ക് ഒരു കണക്ഷനും ഇല്ലാതിരുന്നു എങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് അപ്രതീക്ഷിതമായിട്ട് ചിലപ്പം എത്തിച്ചേരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ സ്ഥിരം സ്വപ്നം കണ്ട് സ്ഥിരം ആഗ്രഹിച്ചിരുന്ന കാര്യമാണെന്നും കാണുന്നുണ്ട്. സൈലൻസ് ആണ്. അപ്പോൾ കുറച്ച് ഒന്ന് മിണ്ടാതിരിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. മൂൺ കാർഡാണ്. അപ്പോൾ മനസ്സിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. കാരണം ഇതിൽ ഷിസോഫ്രീനിയ വന്നിട്ടുണ്ട്. ചില ആൾക്കാർക്ക് ഒരു ഡിപ്രഷൻ ഉണ്ട് എന്നുള്ളതാണ്, വളരെ മനപ്രയാസത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. അത് സൈലൻസും ഷിസോഫ്രീനിയും കൂടെ വന്നതുകൊണ്ട് പറഞ്ഞതാണ്. ഒരു മനസ്സിൽ നമ്മളുടെ കൈവിട്ട് പോകുന്ന ഒരു അവസ്ഥയിലുള്ള കുറേ ആൾക്കാർ ഇതിനകത്തുണ്ട്. അപ്പോൾ അവർക്കും ഒരു ട്രാൻസ്ഫോർമേഷൻ വരുന്നു എന്നുള്ളതാണ്. ജീവിതത്തിൽ നിങ്ങളുടെ ജീവിത സാഹചര്യത്തിലോ നിങ്ങളിൽ തന്നെയോ ഒരു പരിവർത്തനം സംഭവിക്കുന്നുണ്ട്. അപ്പം നിങ്ങളത് മനസ്സിലാക്കുക. കൂടുതൽ സമയം നിങ്ങളിലേക്ക് നിങ്ങളെ ഒന്ന് ശ്രദ്ധിക്കണം. നിങ്ങളുടെ വാക്കുകൾ, നിങ്ങളുടെ പ്രവൃത്തി, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡൊക്കെ നിങ്ങൾ വീണ്ടും വീണ്ടും ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടെന്ന് കാണുന്നുണ്ട്. കാരണം ഇവിടെ വേറൊരു മെസ്സേജ് കൃഷ്ണ ഓറക്കിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഡു നോട്ട് പ്രൊവോക്ക് നെഗറ്റിവിറ്റി എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ, നിങ്ങളുടെ തോട്ട്സ് ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. പലരും നെഗറ്റീവ് തോട്ടിൽ ഇരുന്നാണ് ഈ ഷിസോഫ്രീനിയ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. സൈലൻസും ഷിസോഫ്രീനിയയും വന്നിട്ടുള്ളപ്പോൾ അത് ഈ ഡു നോട്ട് പ്രൊവോക്ക് നെഗറ്റിവിറ്റി വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ മനഃപൂർവ്വം മനഃപൂർവ്വമല്ല, നിങ്ങൾ അറിയാതെ ആയിരിക്കും. പക്ഷേ നിങ്ങൾ നെഗറ്റിവിറ്റിയെ നിങ്ങൾ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. ചിലപ്പോൾ അതൊരു ഈ ഡ്രീമിലൂടെ ആയിരിക്കാം. നിങ്ങൾ വെറുതെ നടക്കുമ്പോഴും പോകുമ്പോഴും ഒക്കെ നിങ്ങൾ ഇങ്ങനെ വേണ്ടാത്ത കാര്യങ്ങൾ, നിങ്ങൾക്ക് ഒരു ഗുണവും ഇല്ലാത്ത കാര്യങ്ങൾ, ഒരു പ്രയോജനം ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ അത് റിലേഷൻഷിപ്പിലായിരിക്കാം. ആ റിലേഷൻഷിപ്പിൽ നിങ്ങളിങ്ങനെ വെറുതെ നെഗറ്റീവായിട്ട് മാത്രം, നിങ്ങളുടെ അടുത്തില്ലാത്ത വ്യക്തിയാണെങ്കിൽ, ചിലപ്പോൾ ഇനി ഹസ്ബൻഡോ ലവറോ ആരെങ്കിലും ആണെങ്കിൽ, നിങ്ങളിപ്പോൾ നിങ്ങളുടെ അടുത്തില്ലെങ്കിൽ നിങ്ങൾ ഉടനെ ആ ആളിൻ്റെ കുറേ നെഗറ്റീവ്സ് ആയിരിക്കും. ആളിന് അങ്ങനെ ഉണ്ടോ, ആളിന് ഇങ്ങനെ വേറെ ആരെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടോ എന്നൊക്കെ ആയിരിക്കും നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ പ്രസൻറ്റിൽ ഒരു പ്രശ്നവും നിങ്ങൾ തമ്മിൽ ഉണ്ടാവില്ല, പക്ഷെ നിങ്ങളുടെ തോട്ട്സ് മുഴുവൻ നെഗറ്റീവായിട്ടാണ് എന്നുള്ളതാണ്. അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ അത് മാത്രമല്ല, മുന്നോട്ടുള്ള കാര്യത്തിൽ നിങ്ങൾ ഒരു നല്ല സ്വപ്നം കണ്ടിട്ട് ഉടനെ ഇതൊന്നും നടക്കൂല എന്നുള്ളൊരു മെസ്സേജ് കൂടി നിങ്ങളുടെ ഒരു മനസ്സിന് കൊടുക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഏറ്റവും ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു തോട്ട് പോണത് നടക്കൂല എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങളുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ആയിട്ട് വരും. അതുകൊണ്ട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കരുത്. അന്നന്ന് രാത്രിയിൽ നിങ്ങൾ കിടക്കുന്നതിന് മുന്നേ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക. ഇന്നേ ദിവസം എനിക്ക് ഉണ്ടായിട്ടുള്ള, അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ നിന്നും ഞാൻ ചിന്തിച്ച കുറേ നെഗറ്റീവ് തോട്ട്സ് എല്ലാം ഒന്നും മാനിഫെസ്റ്റ് ആകാതിരിക്കാൻ നിങ്ങൾ പ്രപഞ്ചത്തോട് അപേക്ഷിക്കുക. അത് അങ്ങനെയാണ് ചെയ്യുന്നത്. ആ എല്ലാ തോട്ട്സും ഞാൻ ഈ പ്രപഞ്ചത്തിൽ നിന്ന് പിൻവലിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ ഒന്ന് പറഞ്ഞ്, ആ ഒരു മനസ്സിൽ ആ ഒരു ചിന്തകൾ, നിങ്ങൾക്കറിയാലോ എന്തൊക്കെ നെഗറ്റീവ് തോട്ട്സാണ് ഇന്നേ ദിവസം നിങ്ങൾക്ക് വന്നതെന്ന്. അപ്പോൾ ആ നെഗറ്റീവ് തോട്ട്സ് എല്ലാം നിങ്ങൾ തിരിച്ച് ക്യാൻസൽ ചെയ്ത് കളയണം. അപ്പോൾ അല്ലെങ്കിൽ അത് വീണ്ടും ആ തോട്ട്സ് എല്ലാം, അതെല്ലാം എനർജിയാണെന്ന് നിങ്ങൾക്കറിയാം. തോട്ട്സ് എല്ലാം എനർജിയാണ്. അപ്പോൾ അത് വീണ്ടും ഈ യൂണിവേഴ്സിൽ നിന്ന് അത് മാനിഫെസ്റ്റായി വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അന്നന്ന് കിടക്കുന്നതിന് രാത്രി തന്നെ ഇത് ചെയ്യുക. കിടക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു 3 മിനിറ്റ് നിങ്ങൾ ഒന്ന് മെഡിറ്റേഷൻ ചെയ്ത് ആ ഒരു നെഗറ്റീവ് തോട്ട്സ് എല്ലാം നിങ്ങൾ അത് ക്യാൻസൽ ചെയ്ത് കളയുക. അതിൻ്റെ ഒരു
ഇത് മാറ്റിക്കളയുക, ഒരിക്കലും അത് മാനിഫെസ്റ്റ് ആകരുത് എന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചിട്ട് വേണം കിടക്കാൻ. അപ്പോൾ എല്ലാ ദിവസവും അങ്ങനെ ചെയ്താൽ കുറേ നെഗറ്റിവിറ്റി നിങ്ങളിലേക്ക് വരുന്നത് ഒഴിവാകും. പിന്നെ ബ്രേക്ക് ത്രൂ ആണ്. ഈ ബ്രേക്ക് ത്രൂവും ഷിസോഫ്രീനിയും വന്നിട്ട് ഭയങ്കര കഠിനമായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന കുറേ ആൾക്കാരുണ്ട്. അവർക്ക് പിടിച്ച നിൽക്കാൻ പറ്റാത്ത അത്രയും പെയിൻ ഉണ്ടെന്ന് കാണുന്നുണ്ട്. അത്രയും കഠിനമാണ് ചിലരുടെ അവസ്ഥ. ചിലപ്പോൾ ഇത് പുതിയ ആൾക്കാരായിരിക്കും കേട്ടോ. എൻ്റെ വീഡിയോ, എൻ്റെ ചാനൽ കാണുന്ന പുതിയ ഏതോ ആൾക്കാർ ആയിരിക്കാനാണ് സാധ്യത. ഭയങ്കര പെയിനാണ് അവർക്കെന്ന് കാണുന്നുണ്ട്. പക്ഷെ അത് മാറും, അത് ട്രാൻസ്ഫോർമേഷനാണ്. അതൊക്കെ മാറി പരിവർത്തനം വരും, നിങ്ങളുടെ ലൈഫിൽ മാറ്റം വരും. പക്ഷെ ഈ സമയം പോകട്ടെ, അത് കടന്നു പോകാൻ അനുവദിക്കുക. അങ്ങനെ ആണ്. പിന്നെ ലേസിനെസ് ആണ്. ശരിക്കും സന്തോഷത്തിലുള്ളവരും ഉണ്ട്, സന്തോഷമായിട്ടിരിക്കുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ ഒന്നും ചെയ്യാൻ ആഗ്രഹിക്കാതെ വെറുതെ ഇരിക്കുന്നു എന്നുള്ളതാണ്. കുറച്ച് ലേസി ആയിട്ടിരിക്കുക എന്നേ ദിവസം, അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ സ്ത്രീകളാണെങ്കിൽ ഇന്ന് എനിക്ക് കുക്കൊന്നും ചെയ്യാൻ വയ്യ, അല്ലെങ്കിൽ ഇന്ന് എനിക്കൊന്നും ജോലിയൊന്നും ചെയ്യാൻ ഒരു മൂഡില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ട്. അങ്ങനത്തെ ആൾക്കാരെ കാണുന്നുണ്ട്. ഷെയറിങ് ആണ്. അപ്പം നിങ്ങൾ കുറേ മെച്യൂരിറ്റി വന്നിട്ട് ചില ആൾക്കാർ വളരെ കാം ആൻഡ് ക്വയറ്റായിട്ടിരിക്കുന്നു. അപ്പോൾ അവർക്ക് എല്ലാം ഉണ്ട് എന്നുള്ളൊരു ഫീലിംഗ് ആണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ട് എന്ന് പറയും, എല്ലാം മെറ്റീരിയൽ തിങ്സ് എല്ലാം ഉള്ളപ്പോഴല്ല നമ്മളെല്ലാം ഉണ്ടെന്ന് ചിന്തിക്കുന്നത്. മനസ്സിൽ വളരെ സന്തോഷവും സമാധാനവും ഫീൽ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. അത് അവർ മെഡിറ്റേഷൻ ചെയ്യുകയും പ്രാർത്ഥിക്കുകയും അവർ നെഗറ്റീവായിട്ട് ചിന്തിക്കാതിരിക്കുകയും വളരെ എത്ര നെഗറ്റീവ് സമയമായാലും അങ്ങനെയുള്ള നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂല എന്ന് പറയുന്ന ആ സമയത്തും ഇതൊക്കെ കടന്നു പോകുമെന്ന് മനസ്സിൽ വിചാരിക്കുന്ന കുറേയധികം ആൾക്കാരുണ്ട്. അപ്പോൾ അവർ ജീവിതത്തിൽ ജയിച്ചു. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു കാര്യത്തെ ഓവർകം ചെയ്യാനെന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് ഇന്നത്തെ ഗൈഡൻസ് തരുന്നത്. അണ്ടർസ്റ്റാൻഡിങ് ആണ്. അപ്പോൾ നിങ്ങൾ എല്ലാം ഒന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്കുള്ള പ്രതിബന്ധങ്ങളുണ്ട്, അത് അംഗീകരിക്കുക. നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒന്നുള്ള തടസ്സങ്ങൾ നിങ്ങളുടെ ലൈഫിലുണ്ട്, അത് ആദ്യം അക്സെപ്റ്റ് ചെയ്യുക. അതുണ്ട് എന്ന് നിങ്ങൾക്കും അറിയാം, അത് മനസ്സിലാക്കുക. പക്ഷേ അതിൽ തളർന്നു പോകാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രതിബന്ധങ്ങളൊക്കെ മാറിപ്പോകുമെന്ന് നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുക. ഇപ്പോൾ സ്ലോയിങ് ഡൗൺ ആണ്. അപ്പോൾ പൊതുവേ ഒന്നും മിണ്ടാതിരിക്കാൻ, ഒന്ന് കാമായിട്ടിരിക്കാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ അതങ്ങനെ തന്നെ ഇരിക്കുക. ഇന്ന് ഒരു ദിവസം അങ്ങനെ ഇരിക്കാൻ തന്നെ ദൈവം പറയുന്നുണ്ട്, യൂണിവേഴ്സ് പറയുന്നുണ്ട്. പിന്നെ ഇത് ജോയ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് വന്നിട്ടുണ്ട്. ചില ആൾക്കാർ ചിലപ്പോൾ ഈ ഒരു മൂഡ് സ്വിങ്സ് ഒക്കെ മാറ്റാൻ ഒന്ന് യാത്ര പോയാലൊന്നൊക്കെ വിചാരിക്കുന്നുണ്ട്, കൂട്ടുകാരുമായിട്ട് ഒന്ന് പുറത്തു പോകാം എന്നൊക്കെ ചിന്തിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ബ്ലെസ്സിങ്സ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പം നിങ്ങളിപ്പോൾ ഏതവസ്ഥയിലാണ് എന്നുള്ളത് അല്ല കാര്യം, നിങ്ങൾക്ക് ഡിവൈൻ ബ്ലെസ്സിങ്സ് ഉണ്ട്. ഈ അവസ്ഥ ഇപ്പം നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരെ നമ്മൾ നോക്കിയാൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയ നമ്മുടെ ഈ ജീവിതം അവസാനിക്കുള്ളൂ. ഒരാൾ പോലും വളരെ ഹാപ്പി ആയിട്ട് ജീവിതം അവസാനിക്കുന്ന ആരെയും നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ എല്ലാ ദിവസവും പ്രശ്നങ്ങളാണ്. അത് നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നാണ് ഡിവൈൻ നമ്മളോട് പറയുന്നത്. അത് നമ്മൾ കൈകാര്യം ചെയ്യുന്ന രീതിയിലാണ് നമ്മളുടെ വിജയം. അപ്പോൾ ചെറിയ കാര്യത്തിന് ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവരോട് ഇതൊന്ന് മനസ്സിലാക്കാനാണ്, നിങ്ങളൊന്ന് സ്ലോ ഡൗൺ ചെയ്യാനാണ് എന്ന് ഡിവൈൻ പറയുന്നത്. സെലക്ഷനാണ്. അപ്പം നിങ്ങൾ ഈ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നെങ്കിലും അത് നിങ്ങളുടെ സെലക്ഷൻ ആണെന്നുള്ളതാണ്. നിങ്ങൾ ചെയ്ത കാര്യത്തിൻ്റെ ഒരു ഫലമാണ് കിട്ടുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ ഇനിയെങ്കിലും ബുദ്ധിപൂർവ്വമാണ് എല്ലാ കാര്യങ്ങളും സെലക്ട് ചെയ്യാൻ. നമ്മൾ ചെയ്ത കർമ്മഫലം മാത്രമാണ് നമ്മൾ അനുഭവിക്കുന്നത്. അപ്പം ബാഡ് കർമ്മ എന്നല്ല അതിനുദ്ദേശിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്തോ അതിൻ്റെ ഫലം നമുക്ക് കിട്ടുന്നു. അപ്പോൾ നമ്മൾ ബുദ്ധിപൂർവ്വം ചെയ്യാത്ത ചില കാര്യങ്ങൾ, ചിലപ്പോൾ എടുത്ത് ചെയ്യുന്ന ഒരു കാര്യത്തിന് നമുക്ക് കുറച്ച് ടെൻസ്ഡ് ആകേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാകും. അങ്ങനെ കാണുന്നുണ്ട്. ബി ഹമ്പിളാണ്. അപ്പോൾ പല ആൾക്കാരും സ്വയം അവർക്കൊരു ദേഷ്യം വരുന്നുണ്ട്. ഞാൻ അങ്ങനെ ചെയ്തതുകൊണ്ടല്ലേ, എന്തിനാണ് അങ്ങനെ ചെയ്തത് എന്നൊക്കെ വിചാരിച്ചിട്ട് സ്വയം കുറ്റപ്പെടുത്തി, നമ്മുടെ സാഹചര്യത്തെയും കുറ്റപ്പെടുത്തി, എനിക്ക് മാത്രം ഇങ്ങനെയെന്ന് ചോദിക്കുന്ന കുറേയധികം ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ട്. അതിൽ ശരിക്കും നിങ്ങൾ ദേഷ്യപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ നിന്നൊരു പാഠം പഠിക്കുക. പിന്നെ എല്ലാവർക്കും ഉണ്ടാകുന്നൊരു സംഗതിയാണ് ഇത് എന്ന് മനസ്സിലാക്കുക. ഇതൊക്കെ കടന്നു പോകുമെന്ന് വിശ്വസിക്കുക. അപ്പം നമ്മളൊന്ന് ഹമ്പിളായിരിക്കാൻ പറയുന്നുണ്ട്. ദേഷ്യം ഒന്നിനും ഒരു പരിഹാരമല്ല എന്നുള്ളതാണ്.
പിന്നെ പേഷ്യൻസ്, സമാധാനപ്പെട്ടിരിക്കാൻ ദൈവം പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഡിവൈൻ ബ്ലെസ്സിങ്സ് ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യം എത്ര വർസ്റ്റാണെങ്കിലും നിങ്ങൾ അതൊന്ന് ഒന്ന് മാനേജ് ചെയ്യാൻ ശ്രമിക്കുക. അത് സമാധാനപ്പെടുക എന്നുള്ളതിലുപരി, ഇപ്പോൾ ചിലപ്പോൾ വലിയൊരു പ്രശ്നത്തിലിരിക്കുമ്പോൾ സമാധാനപ്പെടുക എന്നൊരാൾ പറയുമ്പോൾ അത് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. പക്ഷേ അതെങ്ങനെ മാനേജ് ചെയ്യണം എന്ന് പഠിക്കുന്നത് വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ അത് ആ ഒരു പ്രശ്നത്തെ, ആ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്ന് ഒരുപാട് പൊട്ടിത്തെറിക്കാതെ, ഒരുപാട് ദേഷ്യപ്പെടാതെ, ആ ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്ത് അങ്ങനത്തെ തീരുമാനങ്ങൾ എടുക്കുക. നമ്മൾ ദേഷ്യപ്പെട്ട് ഇരിക്കുന്ന സമയത്ത് എടുക്കുന്ന തീരുമാനങ്ങളൊന്നും ഒരിക്കലും നല്ലതാകാറില്ല. അപ്പോൾ ദേഷ്യപ്പെട്ട് ഇരിക്കുന്ന സമയത്ത് തീരുമാനങ്ങളൊന്നും എടുക്കാതെ ഇരിക്കാനാണ് നിങ്ങളോട് ദൈവൻ പറയുന്നത്. ഇതിനൊരു ഒരു പോംവഴി ഉണ്ട് എന്നുള്ളതാണ്. ഇതിനൊരു തീരുമാനം ഉണ്ടാകും. അപ്പം നിങ്ങൾ സമാധാനത്തോടെ ഇരിക്കുക. നിങ്ങൾക്ക് ഡിവൈൻ ബ്ലെസ്സിങ്സ് ഉണ്ട്, ദൈവം നിങ്ങളോട് കൂടെ ഉണ്ട് എന്നാണ് ഇന്ന് നിങ്ങളോട് ഈ ഒരു ഡിവൈൻ മെസ്സേജിലൂടെ അറിയിക്കാനുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് റെസണേറ്റ് ആയാൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങളുടെ എനർജിയുമായിട്ട് എനിക്കൊന്ന് കണക്റ്റ് ആകാൻ വേണ്ടിയിട്ട് കൂടിയാണത്. അപ്പോൾ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. താങ്ക് യു. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കാൻ പ്രാർത്ഥിക്കുന്നു. ഒരുപാട് സ്നേഹത്തോടെ നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.